കുട്ടിക്കാനം MPC കോളേജിലെ ബിടെക് വിദ്യാർത്ഥിയെ ഗുണ്ടാസംഘം ആക്രമിച്ചതായി പരാതി. ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി സുധീഷിനെയാണ് ബൈക്കിലെത്തിയ 8-അംഗ സംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ സുധീഷ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. കുട്ടിക്കാനം മാർ ബസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിക്ക് നേരെയാണ് ഗുണ്ടാസംഘം ആക്രമണം നടത്തിയതായി പരാതി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോളേജിൽ വിദ്യാർത്ഥികൾക്കായുള്ള കാർ ഷോ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ കുട്ടിക്കാനം പോത്തുപാറ സ്വദേശികളായ 8ഓളം ആളുകൾ അവരുടെ സ്വന്തം വാഹനവുമായി കോളേജിൽ കടക്കാൻ ശ്രമിച്ചു. ഈ സംഭവം കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി കൂടിയായ സുധീഷ് തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്നുള്ള തർക്കം പിന്നീട് പറഞ്ഞു തീർക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വണ്ടിപ്പെരിയാറിലെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ വരുന്നതിനിടയിൽ കോളേജിന് സമീപത്ത് വെച്ച് തന്നെ ബൈക്കിലെത്തിയ 8ഓളം അക്രമി സംഘം സുധീഷിനെ ഓട്ടോറിക്ഷയിൽ വെച്ച് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നും ഇതിന് ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ കൂട്ടുനിന്നാണ് തന്നെ മാരകമായി ആക്രമിച്ചത് എന്നും തന്റെ കയ്യിലുണ്ടായിരുന്ന കോളേജിലെ ഫീസ് അടയ്ക്കുന്നതിനാവശ്യമായ 15,000 രൂപയും അക്രമി സംഘം അപഹരിച്ചതായും സുധീഷ് പറഞ്ഞു. അതായത് ഇന്നലെ വ്യാഴാഴ്ച രാവിലെ തൊട്ട് അമ്മമാർ നമ്മളെ തെരച്ചിൽ തുടങ്ങുകയും നമ്മൾ ഇടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആയിട്ട് കമ്പിവടിയും കാര്യങ്ങളും 3-4 ബൈക്കിലും 6-8 പേരുമായിട്ട് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് രാവിലെ എന്നെ കിട്ടാത്തതുകൊണ്ട് വൈകുന്നേരം കോളേജിൽ നിന്ന് പോകാൻ നേരത്ത് കൃത്യം ഒരു 4:05 കോളേജിൽ നിന്ന് ഒരു 250 മീറ്റർ കഴിഞ്ഞിട്ട് ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഇവന്മാർ ഓട്ടോ കൊണ്ടുപോയ ആളും ചിറ്റപ്പനായിരുന്നു. അവരുടെ എല്ലാം ബന്ധുക്കളായിരുന്നു. ഓട്ടോ കൊണ്ട് നിർത്തി കൊടുത്ത് ഓട്ടോ ഞാൻ എടുക്കാൻ പറഞ്ഞപ്പോഴും പുള്ളി ആ ഒരു രീതിയിലല്ല, പുള്ളി ഇടിച്ചോളാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. അതായത് ഒരു 7-8 പേര് അടങ്ങുന്ന സംഘം നേരത്തെ തന്നെ ഓട്ടോയുടെ പുറകിൽ ബൈക്കുമായിട്ട് ഫോളോ ചെയ്ത് വന്ന് വണ്ടി തടഞ്ഞു നിർത്തി ഇങ്ങനെ ഇടി ഉണ്ടാക്കുമായിരുന്നു. ആരും പിടിച്ചു മാറ്റാൻ ആരും വന്നിട്ടില്ല. വണ്ടിക്കകത്തുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, പിന്നെ കൂടെ പഠിക്കുന്ന ഒരു പെൺകൊച്ചും ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ പിടിച്ച് വണ്ടിയിൽ നിന്ന് പുറത്ത് ഇറക്കി വിട്ടതായിരുന്നു. പിന്നെ അവരുടെ സ്വർണ്ണങ്ങളെല്ലാം അടിച്ചു മാറ്റുള്ള പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10,000-15,000 രൂപ പോയിട്ടുണ്ട്. ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്ന കാശാണ്, അതെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം നഷ്ടപരിഹാരം, പിന്നെ ഇടിച്ചതിനും എൻ്റെ ഇപ്പോൾ ചെവിക്കും ഒരു സൈഡ് കേൾവികളൊക്കെ ഇച്ചിരി കുറവുണ്ട്. ഇതെല്ലാം കാരണം എല്ലാം അമ്മമാരാണ്. ഇവന്മാർ നിരന്തരം അവിടെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളാണ്. കോളേജ് പിള്ളേർ ആരും അവിടെ അമ്മമാർക്ക് കണ്ടുപോകരുത്. അമ്മമാരാണ് അവിടുത്തെ ആളെന്നുള്ള ലൊക്കാലിറ്റി വലിയ ആൾ കളിക്കാനുള്ള ഏർപ്പാടെല്ലാം അമ്മമാരോട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ സുധീഷിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തലയ്ക്ക് പരിക്കേറ്റതിൽ കേൾവിക്കുറവ് സംഭവിച്ചിട്ടുള്ളതായും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും സുധീഷ് പറയുന്നു. സംഭവത്തിൽ പീരുമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇതേസമയം മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഘം നിരന്തരമായി കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി പണപ്പിരിവ് നടത്താറുണ്ടെന്നും ഇതോടൊപ്പം വാഹനത്തിന്റെ പെട്രോൾ ഉൾപ്പെടെ ഒഴിച്ചെടുക്കുമെന്നും പരാതിയിൽ പറയുന്നു. പെൺകുട്ടികൾക്കടക്കം ഇതുവഴി കോളേജിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നും അടിയന്തരമായി പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.